അല്ല സംഘികളെ, സകല ആർ എസ് എസ്സുകാർ രാജ്യദ്രോഹികളായി മാറിയല്ലോ പോലെ. ആരെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ കുത്തിരിപ്പിച്ച് ചാണകവും മൂത്രവും കൊടുത്ത് വിട്ടു എന്നൊക്കെ കേട്ടല്ലോ. അപ്പം ഇനിയിപ്പം എല്ലാ ആർ എസ് എസ്സുകാരും ഇതോടുകൂടി രാജ്യദ്രോഹികളായി മാറിയോ? ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, പണ്ട് നിങ്ങളുടെ അമ്പ്രാൻ തന്നെ പറഞ്ഞായിരുന്നു. അമ്പ്രാൻ പണ്ട് രാഹുൽ ഗാന്ധി ഒരു ചൈനീസ് അംബാസിഡറെ കണ്ടു എന്നും പറഞ്ഞിട്ട് ഘോര നമ്മുടെ പാർലമെന്റിൽ നിന്ന് രാഹുൽ ഗാന്ധിനെ രാജ്യദ്രോഹിയാക്കിയിരുന്നു. ഇതായിരുന്നു ആ രാജ്യദ്രോഹിയാക്കി മാറ്റിയ പ്രസംഗം. हमारे सेना के जवान चीन की सेना के सामने आंख में आंख डालकर बैठे थे, वो चीन के राजदूत के साथ राहुल गांधी मीटिंग कर എന്താ ഓൻ്റെ ഒരു ചൊറുക്കില്ലേ. അപ്പൊ ഇതേപോലൊക്കെ പറഞ്ഞെങ്കിൽ ഓനടക്കം അമിട്ടിന്റെ താടിയുടെ മൊത്തം ഗ്രൂപ്പായിട്ടുള്ള ആർ എസ് എസിന്റെ സകല എന്താ പറയാ എമ്മമാർ ഇതോടുകൂടി രാജ്യദ്രോഹികളായിട്ട് നമ്മളങ്ങോട്ട് എഴുതി തള്ളുക. കാരണം ഇന്നലെ ഈ പറഞ്ഞ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികൾ ഇങ്ങനെ സംസാരിച്ച് അവരെ കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയില്ല. അതിന്റെ മുമ്പ് തന്നെ ചൈന പറഞ്ഞത് എന്താ പറയുക, ചൈനയുടെ മറ്റൊരു പ്രസ്താവനയുടെ ഇടയിൽ കൂടെ വന്നത്, അതായത് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഉണ്ടല്ലോ അല്ലെ, നമ്മുടെ POKയിലെ ഷക്സാം തായ്വര തങ്ങളുടേതാണെന്നും പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം ചൈന നടത്തിയിട്ടുണ്ട്. എന്താ അവസ്ഥ? ഇത് മാത്രമല്ല, രാഹുൽ ഗാന്ധി പണ്ട് മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, അതായത് 4000 किलोमीटर हैं, 4000 किलोमीटर चाइना ने ले लिए हैं, मगर नॉर्मलसी से पहले स्टेटस को होना चाहिए, हमारी जमीन हमें वापस मिलनी चाहिए, वी शुड गेट आवर लैंड बैक. രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്മുടെ ഇന്ത്യ ചൈന ബോർഡറിൽ ഏകദേശം 27,000 എനിക്ക് തോന്നുന്നു 27,000 ചതുരശ്ര അടി അങ്ങനെ തോന്നല്ലേ ചൈന പിടിച്ചെടുത്തിട്ടുണ്ട്, ചൈനയുടെ ഭാഗമാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിലൊന്നും പറയാനില്ല എന്ന് വെച്ചപ്പം വീണ്ടും ഹാലിളകി. മോദിക്കടക്കം ഹാലിളകില്ലേ. ഇയാൾ എന്താണ് വെറുതെ അങ്ങോട്ട് ഓരോന്ന് പറയാണോ? നമ്മളെ ഭാഗം ഇങ്ങനെ ചൈന പിടിച്ചെടുക്കുക, നിങ്ങൾ രാജ്യദ്രോഹിയല്ലേ, ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ പറയണത്? നമ്മൾക്ക് നമ്മളങ്ങോട്ട് എന്തോ വലിയൊരു രാജ്യസ്നേഹം മൂത്ത് അപ്പിയിട്ട ആൾക്കാരാണ് ഇപ്പം അതേ ചൈനയിലെ അതേ എന്താ പറയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികളെ വിളിച്ചിരുത്തി RSS ചാണകം മൂത്രം കൊടുത്ത് വിട്ടത്. ഇനിയിപ്പോ സകല RSSകാർ ഇതോടുകൂടി നമുക്ക് രാജ്യദ്രോഹികൾ എന്ന് പറയാം അല്ലെ. കാരണം ഇപ്പോഴും കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. മോദിജി മുഞ്ചിത്തെറ്റി അവിടെ വരെ പോയിരുന്നു, എന്നിട്ട് ഒന്നും കിട്ടാണ്ട് തിരിച്ചോട്ട് പോകുക ചെയ്തത്. അതായത് US പൊരുതി മോദിജി വിജയം നേടിയത് ചൈനയിൽ പോയിട്ടാണ് സംഘികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം ചൈനയിലും പോയി, ജപ്പാനിലും പോയി, സകല സ്ഥലത്തും പോയിട്ട് എവിടുന്നും പൊരുതി ജയിക്കാനാവാണ്ട് മോദിജിന്റെ വീട്ടിന്റെ എന്താ പറയാ ഈ ടേബിളിന്റെ അടിയിൽ ഒളിച്ചിരിക്കുക പറഞ്ഞു. ട്രംപ് വിളിച്ചു കഴിഞ്ഞാൽ പേടിയാണ്, ട്രംപിന്റെ കോൾ എടുക്കാൻ വരെ പേടിച്ചിരിക്കുന്ന മോദിജിന്റെ അവസ്ഥ ഇതാണ്. ചൈന എല്ലാ ദിവസവും ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. പല അതിർത്തിയിലെ പല സ്ഥലങ്ങളും അവരുടേതാണെന്നും പറഞ്ഞിട്ട് അവർ ചുമ്മാ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. നമ്മളിവിടെ അവിടുത്തെ നേതാക്കളെ വിളിച്ചിരുത്തിട്ട് RSSന്റെ വേറെ എവിടെയില്ല RSSന്റെ എന്താ പറയാ പ്രതിനിധികളുടെ കൂടെ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുക. വല്ലാത്ത കാലം, വല്ലാത്ത ജാതി എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇവരുടെ ഈ ഒരു പാർട്ടിയുടെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന RSSന്റെയും അല്ലെങ്കിൽ BJPയുടെയും ഇവന്മാരുടെ സംഘ്യ നേതാക്കളുടെ ഒക്കെ ഒരു ഇരട്ടത്താപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ദീപാവലിക്ക് പടക്കം വരെ ചൈനീസ് പടക്കങ്ങൾ വാങ്ങിക്കരുത്, അല്ലെങ്കിൽ ദീപാവലിക്ക് ചൈനീസ് വിളക്കുകൾ വാങ്ങിക്കരുത് തുടങ്ങിയ വമ്പം ബഹിഷ്കരണം നമ്മുടെ RSS അല്ലെങ്കിൽ സംഘപരിവാർ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. പണ്ടും ഇന്നും എപ്പോഴും അതേ RSS ആണ് സ്വന്തം അവന്മാർക്ക് കിട്ടേണ്ടത് കിട്ടണമെങ്കിൽ അവന്മാർ ഏത് ആസനം നക്കും എന്ന് പറഞ്ഞതിനുള്ള തുല്യമാണ് ഇപ്പം അതേ ചൈനയിലെ പാർട്ടിയുടെ എന്താ പറയുക പ്രതിനിധികളെ കുത്തിരിച്ചിട്ട് ഇവിടുന്ന് ചായയും പടിയും കൊടുത്തു വിട്ടത്. ഇത് കാണുന്ന സംഘി കുഞ്ഞുങ്ങൾ ഇത് വല്ലതും അറിയുന്നുണ്ട്? സംഘി കുഞ്ഞുങ്ങൾ അവിടെ റോട്ടിൽ ചൈനീസ് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ചൈനീസിന്റെ പടക്കങ്ങൾ, ചൈനീസിന്റെ ദീപങ്ങൾ, ചൈനീസിന്റെ ഇത് ഞങ്ങൾ ബഹിഷ്കരിക്കും, ചൈനയുടെ ആപ്ലിക്കേഷൻസ് ഇതാ കേന്ദ്ര സർക്കാർ ബഹിഷ്കരിച്ചിരിക്കുന്നു. എന്താ ഒരു ഫോം! പുറത്ത് മാതിരില്ല ഇരട്ടത്താപ്പ്. മറ്റേ മറ്റേ കളിയില്ല, ആ കളിയെല്ലാം കളിക്കുകയും ചെയ്യും. സത്യത്തിൽ എന്തിനായിരിക്കും ഈ ഒരു രഹസ്യ ചർച്ച എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്താണ് RSSനും അതല്ലെങ്കിൽ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കിൻ്റെ പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചയുടെ അത്യാവശ്യം എന്തായിരുന്നു? ഇനി ചൈന പിടിച്ചടക്കുമോ മോദിജി? പറയാൻ പറ്റില്ല. മോദിജി ലോകം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുക. ട്രംപിനെ പിടിച്ചടക്കി, ഇറാനെ പിടിച്ചടക്കി, ഇസ്രായേലിനെ പിടിച്ചടക്കി, വെനിസ്വലനെ പിടിച്ചടക്കി. ഇനി മോദി ചിലപ്പം ചൈനയും റഷ്യനും കൂടി ഒരുമിച്ച് പിടിക്കാനുള്ള പരിപാടി ഉണ്ടെന്നുണ്ട്. അതിനുള്ള ചിലപ്പം അതിൻ്റെ മുൻകരുതലായിട്ടുള്ള ചില പരിപാടികളും മീറ്റിങ്ങുകളും ആവാൻ ചാൻസ് ഉണ്ട്. നാളെ ചിലപ്പോൾ സംഘികൾ അതും പറയും, വിശ്വക്കുരുവല്ലേ, ചക്കക്കുരുവല്ലേ,
കുരു മുളപ്പിക്കേണ്ട അവിടെയൊക്കെ പോയിട്ട് എന്ത് മുളയാണോ മുളയ്ക്കുന്നത് തമ്പുരാനറിയാം. എന്താണേലും അതിർത്തിയിലെ തർക്കങ്ങൾക്കൊന്നൊരു മാറ്റമില്ല. 2020 മുതൽ നമ്മുടെ സ്റ്റാറ്റസ് കോ നോക്കി കഴിഞ്ഞാൽ വളരെ അബദ്ധമാണ്. അതായത് ചൈനയുടെ ഭാഗങ്ങളാക്കി എടുത്തു വെച്ചിട്ടുള്ള ഒരു സാധനങ്ങൾ നമ്മൾ തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ നമുക്കത് കിട്ടിയിട്ടുമില്ല. നമ്മളിപ്പോഴും ഭയങ്കരമായിട്ട് ആദർശം പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കാര്യാലയങ്ങളിൽ അമ്മമാരെ പിടിച്ചിരുത്തി നമ്മൾ ചായയും പടിയും കൊടുക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ ഈ 2 തോളിൽ കാലിട്ടുള്ള ഈ ഡബിൾ ഡാഡി സിൻഡ്രോം. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ. നമ്മുടെ മൊത്തം സംഖ്യകൾക്കുള്ള ഒരു പ്രത്യേക ഒരു തരം കഴിവാണ്. ജനിക്കുമ്പം തന്നെ ആ ഒരു ഡബിൾ ഡാഡി സിൻഡ്രോം ഉള്ളത് കൊണ്ട് എന്ത് ചെറ്റത്തരം അമ്മമാർ കാണിക്കും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം നമ്മൾ ഈ കണ്ട ചൈനീസ് കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ PM കെയർ എന്നുള്ള പരിപാടി പദ്ധതിയും പ്രധാനമന്ത്രിയുടെ PM കെയറിലോട്ടുള്ള ഫണ്ട് വരെ ചൈനീസ് കമ്പനികളുടെ സൈഡിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയും ചാടും. സംഖ്യയാണോ ചാണകത്തിൻ്റെ കൂടെ പശുവിൻ്റെ മുമ്പൻ്റെ മൂത്രവും ഇച്ചിരി പൈസയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംഖ്യ എവിടെയും ചാടും. എന്തു ചെയ്യും? എന്ത് ചെറ്റത്തിനും സംഖ്യ ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെയാണ് PM കെയർ പോലത്തെ പരിപാടികളിലോട്ട് ചൈനീസ് കമ്പനിയിൽ നിന്ന് പൈസ വരെ വാങ്ങിച്ചിട്ട് നമ്മൾ ഞെണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ജമ്മു കാശ്മീരിലെ പല നയതന്ത്ര രേഖകളും പ്രത്യേകിച്ച് നയതന്ത്ര മേഖലകളിൽ ഈ സ്മാർട്ട് മീറ്റേഴ്സ് വെക്കാനുള്ള ചൈനക്കുള്ള അംഗീകാരം വരെ നമ്മുടെ പ്രധാന ഗുരുജി അല്ലെങ്കിൽ പ്രധാന ദൈവം കൊടുത്തിട്ടുണ്ട്, ബയോളജിക്കൽ ദൈവം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ എത്ര സംഖ്യക്കാരാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. സത്യത്തിൽ ഈ വിദേശ നയങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഈ വിദേശ പ്രതിനിധികളുമായിട്ട് RSS എന്തിന് മീറ്റിംഗ് വെക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. RSSന്റെ അജണ്ട എന്താ? രജിസ്ട്രേഷൻ ഇല്ലാത്ത, അംഗത്വം കൊടുക്കാത്ത, ഒന്നുമല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന, എന്നാലോ എല്ലാ ചെറ്റത്തരം ചെയ്യും. ഗാന്ധിജിനെ വരെ അങ്ങോട്ട് വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ, ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കഴിഞ്ഞാൽ RSS ഈ വിദേശ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തുന്നു. ആ പ്രതിനിധികൾ ചൈനീസ് പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തുന്നു. ഇപ്പുറത്ത് പാവം സംഘിക്കുട്ടന്മാരെ കൊണ്ട് ചൈനക്കെതിരെ എല്ലാവർക്കെതിരെയും ഇവിടെ കിടന്ന അവന്മാരെ കൊണ്ട് പാവങ്ങളെ കൊണ്ട് താളം വരെ ചവിട്ടിക്കും. ഇതാണ് ഈ ഇരട്ടത്താപ്പ് ഡബിൾ ഡാഡി സിൻഡ്രോം, 2 തന്തക്ക് പിറന്ന പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാർട്ടിയുടെ മഹത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. സത്യത്തിൽ നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ ചൈനയുടെ ഏജന്റുമാരാണെന്നാണ് നമ്മുടെ RSSന്റെ എല്ലാ നേതാക്കന്മാരും പറയാറ്. പക്ഷേ അതേ ചൈനയിലെ ഡയറക്റ്റ് ഏജന്റുമാരെ വിളിച്ചിട്ട് RSSന്റെ മീറ്റിങ്ങിന് കൊണ്ട് വിളിച്ചിരുത്തി പറഞ്ഞിട്ടുള്ള ആ ഒരു രഹസ്യം എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് പറയാൻ ഈ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ ഈ RSS കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരുത്തൻ്റെ കിടുങ്ങാമണിക്ക് ഉറപ്പുണ്ടോ? ചോദിച്ചു നോക്കണം സംഖ്യകളെ നിങ്ങളുടെ നേതാക്കന്മാരോട്, എന്തിനാണ് നിങ്ങൾ അത് ചെയ്തത്? ഞങ്ങളെങ്ങനെ മുഞ്ചി തെറ്റിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള കാര്യം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് വ്യക്തമാക്കണം എന്ന് പറയാനുള്ള ഈ പിടുങ്ങാമണിക്ക് ഉറപ്പ് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. അതില്ലല്ലോ. അതില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ഈ കുണ്ടനടി അടിച്ച് നടക്കുന്നത് ശാഖയിൽ അല്ലേ. എന്തായാലും കഴിഞ്ഞ 9 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രധാന സേവകനുണ്ടല്ലോ, നമ്മുടെ പ്രധാന ദൈവം ഏകദേശം ചൈന സന്ദർശിച്ചത് 9 തവണ കേട്ടോ. 10-11 കൊല്ലത്തിനിടയ്ക്ക് നമ്മുടെ പ്രധാന അംഗം ചൈന സന്ദർശിച്ചത് ഏകദേശം 9 തവണ സന്ദർശിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ചൈനയുടെ കാര്യങ്ങൾ സ്ട്രോങ് ആണ്. ചൈന ഇപ്പോഴും നമ്മുടെ അതിർത്തിയിലെ പല ഭാഗങ്ങളും പിടിച്ചും വെച്ചിട്ടുണ്ട്. അവരത് അവരെ കയ്യിലാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോഴും മുഞ്ചി തെറ്റി നിൽക്കുക. നമ്മുടെ പ്രധാന അധ്യാപകൻ നമ്മുടെ പ്രധാന ദൈവം ഇപ്പോഴും പേടിച്ച് നടക്കുന്ന ഒരു അവസ്ഥ. അതിന് പകരം ദൈവം അവിടെ പോയിട്ട് മറ്റേ കിടങ്ങ പൊട്ടലും അങ്ങനത്തെ കുറേ പട്ടം പറത്തലൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകും. ലോകത്ത് എന്ത് നടന്നാലെന്ത്, ലോകത്ത് യുദ്ധം നടന്നാലെന്താ, ലോകത്തിൽ ഇന്ത്യക്ക് 500% എന്താ താരിഫ് കിട്ടിയാൽ എന്താ, എന്ത് കിട്ടിയാൽ എന്താ, നമുക്കതൊന്നും അറിയണ്ട. നമുക്ക് ഈ രാജ്യത്തെ കുറച്ച് സംഘിക്കുട്ടന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ബയോളജിക്കൽ ദൈവമായിട്ട് ഇങ്ങനെ ചുറ്റിത്തിരി നടക്കണം. ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒരു ചിന്തയും നമ്മുടെ പ്രധാന ബയോളജിക്കൽ ദൈവത്തിൻ്റെ മനസ്സിലില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ പൊന്നു ചങ്കിക്കുട്ടന്മാരെ ഉണ്ടോ? മിക്കവാറും ഈ ചൈനയിലെ ഈ മറ്റേ ഏകാധിപത്യ ഭരണം എത്രത്തോളാണെന്ന് നമുക്കറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് RSS ഇവന്മാരെ വിളിച്ചിട്ട് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികളെ വിളിച്ച് നിങ്ങൾ അവിടെ എങ്ങനെയാണ് നിങ്ങളത് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകേണ്ടത്? ഇവിടെ ഏകദേശം നമ്മൾ ഈ വോട്ട് കട്ടിട്ടാണെങ്കിലും അവിടുന്ന് ആൾക്കാരെ ഇറക്കിയിട്ടാണെങ്കിലും ആൾക്കാരുടെ പേര് കട്ട് ചെയ്തിട്ടാണെങ്കിലും ഏകദേശം നമ്മൾ ആ ഒരു ലൈനിലോട്ട്, ഈ ഏകാധിപത്യപരമായിട്ടുള്ള ലൈനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് സ്ട്രോങ് ആക്കാൻ ചൈനക്കാരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയതാവാനുള്ള ചാൻസസ് വളരെ ഹൈയാണ്. ഇതാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ബേസ് പാർട്ടിയുടെ രാജ്യം ഭരിക്കുന്ന സകല സംഘപരിവാണങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്നുള്ളത് ഇനിയെങ്കിലും ഈ നാട്ടിലെ സാധാരണക്കാരും മനസ്സിലാക്കണം. അതല്ലാണ്ട് രാഹുൽ ഗാന്ധി ഒരു ചൈനീസ് അംബാസഡറെ കാണുമ്പോഴേക്കും അയാൾ ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ദ്രോഹിയായി മാറി അതേ സ്ഥാനത്ത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ബേസ് പാർട്ടി പോലത്തെ RSSനെ പോലത്തെ വർഗീയ പാർട്ടികൾ ഇതേ രാജ്യത്തെ മറ്റ് വലിയ വലിയ നേതാക്കളെ കാണുമ്പം അത് ഈ പറഞ്ഞ ഒരാളെയും അറിയിക്കാണ്ട് ഒന്നും പറയാണ്ട് എന്താണ് അവിടുത്തെ ഡിസ്കഷൻ, എന്തിനു കണ്ടു എന്ന് പോലും
പറയാൻ പറ്റാണ്ട് ആ രാജ്യത്തെ ആളുകൾ നമ്മുടെ അതിർത്തി മാന്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുന്ന മാന്തിക്കോ എന്നും പറഞ്ഞ് നമ്മളെ പുറം വെച്ച് കൊടുക്കുന്ന പ്രധാനമന്ത്രി ഭരിക്കുന്ന ഭാരതം, അല്ലെ? അങ്ങനല്ല, ഭാരതം.